ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് നേന്ത്രക്കായ വെച്ചിട്ട് ഒരു പൊടി തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇത് നേന്ത്രക്കായ വെച്ചിട്ട് ചെയ്യാറുള്ളത് മെഴുക്ക് പുരട്ടി ചെയ്യാറുണ്ട്, തോരൻ ചെയ്യാറുണ്ട്, മുളക് ഊഷ്യം ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ നേന്ത്രക്കായ വെച്ച് പൊടിത്തോരൻ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ നേന്ത്രക്കായ വെച്ചുള്ള പൊടിത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 നേന്ത്രക്കായ ഇത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് വെച്ചിട്ടുള്ള കായയാണിത്. അത് ജസ്റ്റ് ഇങ്ങനെ നമുക്കതിൻ്റെ തോലിങ്ങനെ പൊളിച്ചെടുക്കാം. ഞാനപ്പോൾ 2 കായ ഇവിടെ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് വാങ്ങിച്ച കായ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ തോലെടുക്കാത്ത. അല്ലെങ്കിൽ നമുക്ക് ഈ തോല് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ഈ കായ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊടിയായിട്ട് കൊത്തി അരിയാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കിട്ടും. അതെല്ലാം നന്നായിട്ട് പൊടിയായിട്ട് കയ്യിൽ അരിയാൻ പറ്റുന്നവർക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ആ 2 കായ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിനി ചെയ്യാനുള്ളത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കായയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കടുകോ വറ്റൽമുളക്, മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഈ ഉഴുന്ന് പരിപ്പിൻ്റെ ടേസ്റ്റാണ് ഈ കായയ്ക്ക് വരുന്നത്. ആ ടേസ്റ്റ് ഒരു പ്രത്യേക സ്വാദാണ്. ഇത് മൂത്തിട്ട് നമ്മൾ ഈ കായയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. 2 കായല്ലേ നമ്മളെടുത്ത്, 2 കായയ്ക്ക് 2 സവോള എന്നാണ് കണക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപാട് വലിയ സവോളയാണെങ്കിൽ ഒരു 1.5 സവോള എടുത്താൽ മതി. ഇനി ചെറിയ ഉള്ളി എടുക്കുന്നവരാണെങ്കിൽ ഈ 2 സവോളയ്ക്ക് കണക്കാക്കിയിട്ട് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. ഇതും നന്നായിട്ട് മൂത്ത് വരണം. ഈ സവോളയിൽ നിന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കായയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ സവോളയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും നമുക്ക്. നമ്മൾ സവോള ഇവിടെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് വറ്റൽമുളക് അതുപോലെ മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല, പച്ചമുളക് തന്നെ ചേർക്കുള്ളൂ. അത് നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇനി കായ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കായ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അതിനങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പിലും കൂടുതലോ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1/4 കപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അധികം തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കായാണെങ്കിൽ അതിൻ്റെ തോല് നമുക്കിതിൻ്റെ കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വാങ്ങിച്ച കായ ആയതുകൊണ്ട് അതെടുക്കാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കായ ഉണ്ടാക്കാനായിട്ട്, അതായത് ഈ പൊടിത്തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മുന്നിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റാണ് കായയുടേത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.